കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. 2025 പ്രാരംഭ മണിക്കൂറിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ദൈവിക സന്ദേശമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം അതിൻ്റെ 26 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. യോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി, അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, യാക്കോബ് തൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും മോശപ്പെട്ട, തൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തിയ വാർത്തയാണ്, നിന്റെ മകനായ യോസഫ് മരിച്ചുപോയി, അവനെ ഒരു കാട്ടുമൃഗം കൊന്നുകളഞ്ഞു. തൻ്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്ത. തനിക്ക് ഒത്തിരി സ്നേഹമുണ്ടായിരുന്ന, താൻ ഒത്തിരി വാത്സല്യം കൊടുത്ത, ഹൃദയത്തോട് ചേർത്തു വച്ച തൻ്റെ ഓമന മകൻ തന്നെ വിട്ടുപോയി എന്ന വാർത്ത കേട്ട് യാക്കോബ് തകർന്നൊരു ദിവസമുണ്ട്. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചൊരു ദിവസമുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില വാക്കുകൾ, ചില വാർത്തകൾ, കാണാൻ ആഗ്രഹിക്കാത്ത സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വേദന ഇതുവരെ മാറിയിട്ടില്ല, അതിൻ്റെ ഒന്നും നഷ്ടം ഇതുവരെ മാറിയിട്ടില്ല. ആ വിഷയങ്ങൾ കൊണ്ടുണ്ടായ തകർച്ചയിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ മുക്തരായിട്ടുണ്ടാകത്തില്ല. പല വേദനകളും, പല തകർച്ചകളും, പല സങ്കടങ്ങളും, പല നഷ്ടങ്ങളും നിങ്ങളെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്, വല്ലാതെ തകർക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത്, നിങ്ങൾ ഇന്നലകളിൽ കണ്ട, കേട്ട ആ വേദനിപ്പിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിന് മറുപടി വരും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത യാക്കോബ് സ്തംഭിച്ചുപോയി, അവൻ വിശ്വസിച്ചതുമില്ല. യോസഫ് ജീവനോടെയുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി, അവൻ വിശ്വസിച്ചില്ല. അതെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി ഇന്നലെ നിങ്ങൾ ഓർത്തോർത്ത് കരഞ്ഞ, വേദനിച്ച് നിലവിളിച്ച, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നശിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി, ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്ന് നിങ്ങൾ പോലും ആലോചിച്ച ചില വിഷയങ്ങളെ ചൂണ്ടി ദൈവത്തിൻ്റെ അമ്മ പറയുന്നു, നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വരുന്നു. നീ സ്തംഭിച്ചു പോകുന്ന ചില ദൈവപ്രവൃത്തിയുടെ വർത്തമാനങ്ങൾ വരുന്നു. അതിമഹത്വകരമാകുന്ന ദൈവിക പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. യാക്കോബ് സ്തംഭിച്ചു പോയി, അവൻ വിശ്വസിച്ചില്ല. മരിച്ചെന്ന് താൻ വിശ്വസിച്ച തൻ്റെ മകൻ തന്നെ കൊണ്ടുപോകാൻ അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വരും. നിന്റെ ചൈതന്യം എല്ലാം നഷ്ടപ്പെട്ടു പോയ, നിന്റെ മുഖത്തിൻ്റെ ശോഭ കെട്ടുപോയ, നിന്റെ മുഖത്തെ ചിരി മാഞ്ഞു പോയൊരു ദിവസമില്ലേ, അത് മാറുക കേട്ടോ. ചൈതന്യം വരുന്ന, സന്തോഷം വരുന്ന, നിന്റെ പഴയ ചിരിയെ നിന്നിൽ കൊണ്ടിരുന്ന, നിന്റെ കുടുംബത്തിൽ കൊണ്ടിരുന്ന നിന്റെ നഷ്ടങ്ങളൊക്കെ തുടച്ചു മാറ്റി ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ മേൽ വരുന്നു. വിശ്വസിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. 2024 കണ്ണുനീരിൻ്റേതാകുന്നു, തകർച്ചയുടേതായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ ജനം കടന്നുപോയി. ഈ 2025 ആശ്വസിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ ദൈവം വലിയ വക ഈ ജനത്തിന് കൊടുക്കാൻ പോകുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ കേട്ട് തകർന്ന വിഷയങ്ങൾക്ക് നടുവിൽ, ഇന്നലെ കണ്ട് തകർന്ന വിഷയങ്ങൾക്ക് നടുവിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ജനത്തിന് കർത്താവ് അയക്കാൻ പോകുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെ ചൊല്ലി ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തിയുടെ വർത്തമാനങ്ങൾ, അവർക്ക് ചൈതന്യം വരുത്തുന്ന ദൈവപ്രവൃത്തിയുടെ ഇടപെടലുകൾ അവർ ജീവിതത്തിന്മേൽ വരട്ട്. ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും
എന്ന് ഇസ്രായേൽ പറഞ്ഞതുപോലെ യേശുവിൻ്റെ നാമത്തിൽ വലിയ ദൈവപ്രവർത്തികളെ കാണത്തക്കവണ്ണം ഈ വർഷം ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഒത്തിരി മാനിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. വലിയ വിശാലതകൾ, വലിയ നന്മകൾ ഈ 2025 നിങ്ങൾക്ക് വരട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ രഞ്ജു ഫിലിപ്പ്. God bless you all.